വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസ് ഓൺ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോസിൽ നമ്മൾ PSC ലേറ്റസ്റ്റ് ആയിട്ട് ഇറക്കാൻ വേണ്ടി പറ്റുന്ന നോട്ടിഫിക്കേഷനും അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെയാണ് പറഞ്ഞേക്കുന്നത്. കൂടാണ്ട് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സിലേക്ക് PWDയിൽ നോട്ടിഫിക്കേഷൻ ഇറങ്ങാൻ സാധ്യതയുണ്ടെന്നും അത് ഇലക്ട്രിക്കലുകാർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ അതിൽ കഴിഞ്ഞ പ്രാവശ്യം നോട്ടിഫിക്കേഷൻ പ്രകാരം ഇലക്ട്രിക്കലുകാർക്ക് അപ്ലൈ ചെയ്യാന്നുള്ള രീതിയിലാണ് അതിലുണ്ടായിരുന്നത്. അപ്പൊ ഇതിന്റെ സിലബസ് നോക്കിയാൽ നിങ്ങൾ കൂടുതൽ ഞെട്ടും. ഓക്കെ, ഇതിലെ സിലബസിൽ എന്തൊക്കെയാണുള്ളത്, അതിൽ പവർ സിസ്റ്റം ഉണ്ടോ, അതേപോലെ നമ്മളെ മെഷീൻസ് ഉണ്ടോ എന്നുള്ള ഇലക്ട്രിക്കൽ ഓറിയന്റഡ് സബ്ജക്ട്സ് ആണല്ലോ പവർ സിസ്റ്റം മെഷീൻസ് ഒക്കെ. അത് ഇതിൽ ഇൻക്ലൂഡ് ആവണം. അതുപോലെ ഇലക്ട്രോണിക്സിന്റെ മെയിൻ ആയിട്ടുള്ള സബ്ജക്ട് ഏതാണുള്ളത് എന്നൊക്കെ ഇതിൽ പറഞ്ഞത്. അത് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഇതിലിപ്പം സിലബസ് നോക്കുവാണെങ്കിൽ ഏറ്റവും ആദ്യം മൊഡ്യൂൾ 1 എന്ന് പറഞ്ഞാൽ ബേസിക് ഇലക്ട്രിക്കൽ ആണ്. ഓക്കെ, ബേസിക് ഇലക്ട്രിക്കലും അതേപോലെ സർക്യൂട്ട് തിയറിയും. അതാണ് ഈ മൊഡ്യൂൾ 1ന്റെ ഏറ്റവും ആദ്യത്തെ പോർഷൻസിൽ ആഡ് ആക്കിയിരിക്കുന്നത്. ബേസിക് ഇലക്ട്രിക്കലും അതേപോലെ നമ്മളെ സർക്യൂട്ട് തിയറിയും. അതിലാണ് AC ഫണ്ടമെന്റൽസ്, അതേപോലെ നമ്മളെ തിയറംസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെയുള്ളത് നമ്മളെ ഫീൽഡ് തിയറി അത്യാവശ്യം എന്ത് ചെയ്യാം, ഡെപ്ത് തന്നെ നിങ്ങൾ പഠിക്കേണ്ടി വരും. പിന്നെയാണ് എന്ത് ചെയ്യുക, നമ്മളെ മെയിൻ ആയിട്ടുള്ള ഇലക്ട്രിക്കലിന്റെ കോർ സബ്ജക്ട്സ് ആയ മെഷീൻസ്. ഇലക്ട്രിക്കൽ മെഷീൻസിൽ ട്രാൻസ്ഫോമേഴ്സ് ഉണ്ട്, DC മെഷീൻസ് ഉണ്ട്, ഇൻഡക്ഷൻ മോട്ടോഴ്സ് ഉണ്ട്, അതേപോലെ സിംഗ്ലസ് മെഷീൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, ഇലക്ട്രിക്കൽ മെഷീൻസ് പറഞ്ഞാല് ഡീറ്റെയിൽ ആയിട്ടുണ്ട്. പിന്നെ അടുത്ത എന്താ, നമ്മൾ ഇലക്ട്രിക്കലിന്റെ ഏറ്റവും കോർ സബ്ജക്റ്റ് ആയ പവർ സിസ്റ്റം. പവർ സിസ്റ്റം ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് എന്താ പഠിക്കാനുണ്ട്. ജനറേഷൻ, ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ, അതേപോലെ സ്വിച്ച് ഗിയർ, എക്യുപ്മെന്റ്സ് കാര്യങ്ങളൊക്കെ എന്താ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ പഠിക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത് ചെയ്യുക, നമ്മൾ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇലക്ട്രിക്കൽ ആർക്ക് കുറച്ചും കൂടി വെയിറ്റേജ് ഉള്ള ടൈപ്പാണ് സിലബസ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്ത സ്വാഭാവികമായിട്ടും കൺട്രോൾ സിസ്റ്റം, അതും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് മൊഡ്യൂൾ 3 എന്ന് പറയുന്നത്. മൊഡ്യൂൾ 1 എന്ന് വെച്ചാൽ ബേസിക് ഇലക്ട്രിക്കലും സർക്യൂട്ട് തിയറിയും ഫീൽഡ് തിയറിയും. മൊഡ്യൂൾ 2 എന്ന് പറഞ്ഞാൽ മെഷീൻസ് മാത്രം. മൊഡ്യൂൾ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ സിസ്റ്റം അതേപോലെ കൺട്രോൾ സിസ്റ്റം കൂടി കൂടിയിട്ടാണ് മൊഡ്യൂൾ 3 വരുന്നത്. മൊഡ്യൂൾ 4 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ്. ഓക്കെ, മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സും അതേപോലെ നമ്മളെ യൂട്ടിലൈസേഷൻ ഓഫ് ഇലക്ട്രിക്കൽ പവർ, അതേപോലെ ഇല്ലുമിനേഷൻ കാര്യങ്ങളൊക്കെയാണ് എന്താ മൊഡ്യൂൾ 4ൽ അവര് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഓക്കെ, അതെന്താ എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഇലക്ട്രിക്കലാർക്കും ഇലക്ട്രോണിക്സാർക്കും കോമൺ ആയിട്ടുള്ളതാണ്. ഫസ്റ്റ് മൊഡ്യൂൾ എന്താ ഇലക്ട്രിക്കലും ഇലക്ട്രോണിക്സിനും കോമൺ ആയിട്ടുള്ള തന്നെയാണ്. മൊഡ്യൂൾ 4ഉം ഇലക്ട്രിക്കലും ഇലക്ട്രോണിക്സിനും കോമൺ ആയിട്ടുള്ള തന്നെയാണ്. പിന്നെയുള്ള എന്താ മൊഡ്യൂൾ 5 അനലോഗ് ആൻഡ് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്. ഇതും എന്താ കോമൺ ആയിട്ടുള്ളത് തന്നെയാണ്. അനലോഗ് ഇലക്ട്രോണിക്സ് അതേപോലെ ഒപ്പാമ്പും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അത് കോമൺ ആയിട്ടില്ല. പിന്നെ എന്താ സ്വാഭാവികമായിട്ട് മൊഡ്യൂൾ 6 എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്. ഓക്കെ, ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ കാര്യങ്ങൾ അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഉണ്ട്. ഓക്കെ, അപ്പൊ അതാണ് മൊഡ്യൂൾ 6ൽ വരുന്നേക്കുന്നത്. ഇനി അടുത്ത മൊഡ്യൂൾ 7 ആണ് ഇലക്ട്രോണിക്സിന്റെ ECന്റെ കോർ വന്നേക്കുന്ന മൊഡ്യൂൾ 7 ആണ്. അതായത് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ്. ഇത് നമ്മളെ ബിടെക് പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചത് അനലോഗ് കമ്മ്യൂണിക്കേഷൻ അതേപോലെ മോഡേൺ കമ്മ്യൂണിക്കേഷൻ എന്നൊക്കെ അതിൽ വരുന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, അനലോഗ് കമ്മ്യൂണിക്കേഷൻ, മോഡേൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് പണ്ടത്തെ സിലബസിൽ ഇൻക്ലൂഡ് ആയിരുന്നു. നിങ്ങൾ ട്രിപ്പിൾ ആണെന്നുണ്ടെങ്കിലും അതിലെന്താ അനലോഗ് കമ്മ്യൂണിക്കേഷൻ അതേപോലെ മോഡേൺ കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഈ ഒരു സംഭവം. ഓക്കെ, ഇതൊക്കെ ആ ഒരു സമയത്ത് എന്റെ ഇലക്ട്രിക്കലാരും പഠിച്ചുകൊണ്ടിരുന്ന സാധനം തന്നെയാണിത്. ഓക്കെ, അപ്പോ ആ ഒരു സമയത്ത് 2013 ഇറങ്ങിയ നോട്ടിഫിക്കേഷൻ ആണല്ലോ 2017 എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സിലബസിലുള്ളത്. അപ്പോ ഇലക്ട്രിക്കലുകാരെ സംബന്ധിച്ചിടത്തോളം ഇത് അത്രയ്ക്ക് വലിയ ടഫ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ നേരെ ഇലക്ട്രോണിക്സുകാരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ മെഷീൻസ് കുറച്ച് ഡെപ്തിൽ പഠിക്കേണ്ടി വരും, അതുപോലെ പവർ സിസ്റ്റം കുറച്ച് ഡെപ്തിൽ പഠിക്കേണ്ടി വരും. ഓക്കെ, കാരണം ഇലക്ട്രിക്കലുകാരെ സംബന്ധിച്ചിടത്തോളം ഈ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെ ആ ഒരു സമയത്ത് ലോ കമ്മ്യൂണിക്കേഷൻ, മോഡേൺ കമ്മ്യൂണിക്കേഷൻ എന്ന രീതിയിൽ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ അതൊന്നും ഓർമ്മയിലുണ്ടാവില്ല. ഒന്ന് റിഫ്രഷ് ചെയ്യേണ്ടി വരും കൃത്യമായിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ പറയാനുള്ളത്. ബാക്കിയൊക്കെ സെയിം ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇലക്ട്രിക്കലും ഇലക്ട്രോണിക്സിനൊക്കെ. അപ്പോ എന്തായാലും നോട്ടിഫിക്കേഷൻ വരട്ടെ. നോട്ടിഫിക്കേഷൻ വന്നതിന്റെ കൂടുതൽ അപ്ഡേഷൻസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. പിന്നെ ഇതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, സോറി, പവർ ഇലക്ട്രോണിക്സും കൂടി ഇവിടെ ഇൻക്ലൂഡ് ആയിട്ടുണ്ടോ മൊഡ്യൂൾ 8ല്. പവർ ഇലക്ട്രോണിക്സും കൂടി അവിടെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ മൊഡ്യൂൾ 8ല് പവർ ഇലക്ട്രോണിക്സിനും കൂടി അവിടെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഈ GKയും കറണ്ട് അഫയേഴ്സും ആണ്. അതെന്താ ഇപ്പോഴത്തെ എക്സാമിന് ഇല്ലല്ലോ, ആ സമയത്തുള്ള എക്സാംസിന് ആഡ് ആക്കിയാണ്. അപ്പോൾ അത് എന്തായാലും ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ മൊഡ്യൂൾ 8ല് പവർ ഇലക്ട്രോണിക്സും കൂടെ ആഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതും കൂടി എന്ത് ചെയ്യാം, നിങ്ങൾ ശ്രദ്ധിക്കണം.
അത് നമ്മൾ ഇലക്ട്രിക്കലും ഇലക്ട്രോണിക്സിനും രണ്ടിനും എന്താ ഇലക്ട്രോണിക്സ് പഠിക്കാനുണ്ട്. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. അപ്പൊ ഈ വീഡിയോ നമുക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. കൂടുതൽ അപ്ഡേഷൻസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.